ആദ്യം നമ്മുടെ കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്തതിനു ശേഷം നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ? സോ ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, മധു അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. വെൽക്കം. പണ്ട് 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 നഗരമേ നന്ദി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു 1967. അന്ന് ഞാനോ മധുബാലകൃഷ്ണനോ ആര്യദയാലോ ജനിച്ചിട്ടില്ല. അത്ഭുതം തന്നെ. ആ സിനിമയില് സം ബ്യൂട്ടിഫുൾ സോങ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് മഞ്ഞണി പൂനിലാവ്. കേട്ടിട്ടുണ്ടോ? മീനുട്ടി കേൾക്കാത്ത പാട്ടുണ്ടോ ഈ 8 വർഷം കൊണ്ട് അല്ലേ? അത് പാടിയിരിക്കുന്നത് ജാനകിയമ്മ, എഴുതിയിരിക്കുന്നത് P. ഭാസ്കരൻ സാർ, മ്യൂസിക് K. രാഘവൻ മാസ്റ്റർ. ഈ പാട്ട് ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ആരായിരിക്കും? ഒരുപാട് പണ്ടത്തെ ഒരാളാണ്. റെട്രോ റിവൈൻഡ് റൗണ്ടില് നമ്മുടെ ദുർഗക്കുട്ടിയാണ് എത്തുന്നത്. അതെ, ലെറ്റ്സ് വെൽക്കം ദുർഗക്കുട്ടി ഓൺ സ്റ്റേജ്. അയ്യോ, ദുർഗക്കുട്ടിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് ഇങ്ങനെ. നല്ല രസം കേട്ടോ. ഗുരുവായൂരപ്പന്റെ ലോക്കറ്റ് ആണോ? ഓ, ഗുരുവായൂർ പോറുണ്ടോ? പോവാറുണ്ട്. ആണോ? അവിടെ പോകുമ്പോൾ കാണാൻ പറ്റൂലേ? കൃഷ്ണനോ? കള്ളക്കണ്ണൻ അവിടെ ഇല്ലേ? എന്തെങ്കിലും പറയാറുണ്ടോ? നല്ലതായിട്ട് പാട്ട് പാടാനും ഒക്കെ പറ്റണേന്നു. എന്റെ കണ്ണാ നന്നായിട്ട് പാട്ട് പാടാൻ പറ്റണേ, അങ്ങനെയാണോ? അങ്ങനെയാണോ? പിന്നെ എന്തൊക്കെ ചോദിക്കും? പിന്നെ പഠിക്കാനും എല്ലാം മൊത്തത്തില് വേണ്ട കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു തീർക്കും. ആദ്യം പാടണോ പിന്നെ പഠിക്കണോ? ആദ്യം പഠിക്കണോ പിന്നെ പാടണോ? പാട്ട് പാടാം. മഞ്ഞണി പോകുന്നില്ലാവല്ലേ? ആഹാ, ഞാൻ ആദ്യമേ പറഞ്ഞു അതൊരു ഭയങ്കര സുന്ദരമായിട്ടുള്ള ഒരു പാട്ടാണെന്നുള്ളത്. ഈ സിനിമയിൽ തന്നെ വേറൊരു പാട്ടുണ്ട്, അതെനിക്ക് ഓർമ്മ വരുന്നുണ്ടേ. നഗരം നഗരം മഹാസാഗരം മഹാസാഗരം. ഈ പാട്ടാണ്. അത് വളരെ ഇഷ്ടമുള്ളതാണ്. ഒരു പ്രത്യേകതയുള്ള ഒരു പാട്ടാണ് അതിന്റെ ലിറിക്സും മ്യൂസിക് എന്നൊക്കെ. മഞ്ഞണി പൂനിലാവ് ഓഫ് കോഴ്സ് ഒരു ലെജൻഡറി സോങ് ആണ്. അപ്പൊ ഗംഭീരാവട്ടെ. All the best, Durgakutti. Okay. All the best. All the best. Thank you.
നൈസ് മോളെ, നൈസ് നൈസ് നൈസ്. ഇത് എനിക്ക് തോന്നുന്നു പുളിയിലക്കരമുണ്ടാണെന്ന് തോന്നുന്നു, ഉം. അല്ലേ? ഉം. ഗംഭീരം. താങ്ക് യു സാർ. അങ്ങനെ വരുമ്പോഴാണ് ശരിക്കും ആ റെട്രോ റിവൈൻഡ് എന്ന് പറയുന്നത്, നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോവാണ്. അതെ, ആളെ കാണുമ്പോ തന്നെ ഇപ്പൊ അന്നത്തെ ഒരു പാട്ടാണ് വരാൻ പോണേ, ഇന്നത്തെ പാട്ടല്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇതിൽ പല വരികളുണ്ട് അന്നത്തെ പാട്ടാണെന്ന് മനസ്സിലാവുന്നത്. അതായത് കാമുകനെ അങ്ങ് എന്ന് വിളിക്കുന്നു, അങ്ങയെ കിനാവ്. അത് കേട്ടിട്ടുണ്ടോ? പഴയ സിനിമയിലെ ഭയങ്കര ബഹുമാനമാണ്. അപ്പൊ അങ്ങയെ കിനാവ് കണ്ട് ജീവിച്ച ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടില്. ഒരുപക്ഷെ എന്റെ അമ്മയുടെയും അമ്മൂമ്മയുടെ ഒക്കെ കാലഘട്ടത്തിലായിരിക്കും അങ്ങനെയൊക്കെ ഉള്ളത്. അതാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതുപോലെ മഞ്ഞളരച്ചു വെച്ച്, അല്ലെ? അത് പ്രൊണൗൺസ് ചെയ്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. മഞ്ഞളരച്ചു വെച്ച് നീരാടുമ്പോൾ. താങ്ക് യു സാർ. മലയാളം ഇപ്പൊ പാടിയതിലുള്ള മലയാളം നന്നായിരുന്നു. സ്ഫുടത. സ്ഫുടം ചെയ്ത മലയാളത്തിൽ പാടുകയാണ് നമ്മുടെ മിസ്റ്റർ ദുർഗ. ഓക്കെ, റെട്രോ ദുർഗ. റെട്രോ ദുർഗ, സവാഷ്, അതൊരു കറക്റ്റ് പേരാണ്. പിന്നെ ഞാൻ ഇനി മെയിൻ പോയിന്റിലേക്ക് കിടക്കാണ്. ആ വാതിൽ തുറന്നിരിക്കുന്നു. അതെന്താ വെച്ചാ അതിന്റെ ഉള്ളിലേക്ക് ഞാൻ നോക്കുമ്പോൾ എനിക്ക് എക്സ്പ്രഷൻ കുറച്ചുകൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, മോള് പാടുമ്പോൾ മോള് കൂടുതലും ടെക്നിക്കലായിട്ട് സോങ്ങിനെ കാണുന്നുണ്ട്. ടെക്നിക്കൽ ഇൻ ദ സെൻസ് ദാറ്റ് പെർഫെക്ഷൻ, സംഗതികളുടെ പെർഫെക്ഷൻ അവിടെ എങ്ങനെ ആയിരിക്കണം, ഈ ശ്രുതി അവിടെ കറക്റ്റ് ആയിരിക്കണം, ആ സംഗതിയുടെ സ്പീഡ് അവിടെ കറക്റ്റ് ആയിരിക്കണം, ഞാൻ അവിടെ എത്തിക്കണം എന്നൊക്കെ മനസ്സിൽ. ശരിയല്ലേ? അങ്കിൾ പറയുന്നത് കറക്റ്റ് അല്ലേ? അപ്പൊ അതിനിടയിൽ നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പഴയ തമിഴ് സംഗീതത്തിൽ പറയും സ്വരത്തിൽ മറയുന്നത് രാഗസ്വരൂപം. അതിന്റെ അർത്ഥം എന്താ? അതായത് നമ്മൾ സ്വരങ്ങളും മറ്റു ടെക്നിക്കാലിറ്റീസും നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൽ മറയുന്നത് രാഗസ്വരൂപം എന്നാണ്. രാഗം എന്ന് പറഞ്ഞാൽ മെലഡി. അപ്പൊ മെലഡി നമുക്ക് നഷ്ടപ്പെടും, ഭാവം നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ മഞ്ഞണി പൂനിലാവ് എന്ന് പറഞ്ഞിട്ട് അവസാനം സംഗതി പാടുന്നില്ലേ, ആ സംഗതി ഗംഭീരമായിട്ട് പാടി. താങ്ക് യു സാർ. പക്ഷെ ചില സ്ഥലങ്ങളിൽ നമ്മൾ ശബ്ദം കുറച്ചും കൂടെ ഒന്ന് ഹസ്കി ആക്കി കഴിഞ്ഞാൽ നന്നായിരിക്കും. മേളി പാടിയിട്ട് പിന്നെ തിരിച്ചു വരുമ്പോ ഇപ്പൊ ചരണം ഞാൻ പറയാം, മേളിലുള്ള പോർഷൻ പാടി. അത് സോഫ്റ്റ് ആക്കി പാടും. അവിടെ അത് കുറച്ചും കൂടെ സ്നേഹിച്ച് പാടാമോ? അപ്പോൾ എന്ത് സംഭവിച്ചു? മഞ്ഞണി പൂനിലാവ് ഹൈറ്റില്. അപ്പൊ ഹൈ ആൻഡ് ലോ, കയറ്റവും ഇറക്കവും, ഇറക്കവും കയറ്റവും. അതല്ലാതെ ഇങ്ങനെയല്ല. നമ്മളിപ്പോ ഗ്രാഫ് ഇങ്ങനെയാണ് വരണത് മോള് പാടുമ്പോ, മോഡുലേഷൻസ്. ആ മോഡുലേഷൻസ് വരുമ്പോഴാണ് പാട്ടെന്താവണത്, പാട്ടാവുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കാവുന്നതാണ്. അത് അത്രയും മനോഹരമായിട്ട് ദുർഗുവിന് വോയിസിൽ വരുന്നതുകൊണ്ടാണ് അങ്കിൾ പറയുന്നത്. വരില്ലെങ്കിൽ അങ്കിൾ ഒരിക്കലും പറയില്ല, ഈ ലെക്ചർ ഇങ്ങനെ നടത്തില്ല. ഓക്കെ, ശ്രദ്ധിക്കണേ. ഓക്കെ, ദുർഗക്കുട്ടി, ആ പേര് തന്നെ ഒരു റെട്രോ ആണ്. അത് ശരിയാട്ടോ. നല്ലൊരു ശ്രമമായിരുന്നു ദുർഗക്കുട്ടിയുടെ. നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ്. ജാനകിയമ്മ വളരെ മനോഹരമായിട്ട് പാടിവെച്ച പാട്ട്. അത് പരമാവധി നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ടെക്നിക്കലി ഇപ്പൊ MJ ഞങ്ങൾ പറഞ്ഞില്ലേ, ടെക്നിക്കലി അത് നന്നാക്കാൻ ശ്രമിച്ചു. പക്ഷെ അതിന്റെ ആ ഭാവം കുറച്ചുകൂടി വരാനുണ്ടെന്ന് പറഞ്ഞല്ലേ, അത് എനിക്കും തോന്നി. നല്ല ശബ്ദമാണ് കേട്ടോ. ഇപ്പോഴും കുട്ടിത്തം വിട്ട് മാറിയിട്ടില്ല എന്നുള്ളൂ ആ ശബ്ദത്തില്. കുറച്ചുകൂടി കഴിയുമ്പോൾ നല്ല മെച്ചോർഡ് വോയിസ് ആവും. പിന്നെ എന്തിനാ പേടിക്കണേ? ശബ്ദത്തിലൊരു പേടിയുണ്ട്. നമ്മളിപ്പോ ദുർഗക്കുട്ടിയുടെ പാട്ട് കേൾക്കുമ്പോൾ ഒരു പേടി ഫീൽ ചെയ്യുന്നുണ്ട് ആ ശബ്ദത്തിൽ, ഒരു വെറ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞായിരുന്നു. ഒന്നും അറിയാത്ത പോലെ എനിക്ക് ഓർമ്മയുണ്ട്. അയ്യോ, ഇങ്ങനെയൊക്കെ കാര്യമുണ്ടോ? അപ്പൊ വോയിസിന് കുറച്ചും കൂടി ഒന്ന് സ്ട്രെങ്ത് വെക്കണം, സ്ട്രെങ്ത് ആക്കണം അതിന് കേട്ടോ. അതിനുള്ള എക്സസൈസ് ചെയ്യണം. ഓക്കെ, പേടി ആദ്യം തന്നെ മാറ്റിയെടുക്കണം. ഓക്കെ,
ഇപ്പോഴും ഒരു പരിഭ്രമം ഉണ്ട് സത്യത്തിൽ അതെ. ശരിക്കും. അതെ. പേടിച്ചാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പല സ്ഥലത്തും ആ ഒരു പെർഫെക്ഷൻ ഇല്ലാണ്ടാവുന്നത്. പേടി നമ്മുടെ പെർഫെക്ഷൻ ഇല്ലാണ്ടാക്കും. പിന്നെ കിനാവ് കണ്ടേ എന്നുള്ള ഭാഗത്തൊക്കെ ആ ഒരു ശ്രുതി ആ ഒരു പേടി കാരണം കൊണ്ടാണോ വൈബ്രേഷൻ കാരണം കൊണ്ടാണോ അത് കുറച്ചും കൂടി ഒന്നൊരു ഭംഗിയാക്കണം എന്ന് എനിക്ക് തോന്നുന്നു. എൻഡ് അനുപല്ലവിയുടെയും ചരണത്തിന്റെ എൻഡ് പോർഷൻസ് ഒന്ന് പാടിയേ. ധനുമാസം പൂക്കെയ്ത മലർച്ചൂടി വരുമ്പോൾ ഞാൻ അങ്ങേക്കിനാവു കണ്ടു കൊതിച്ചിരിക്കും. വേണ്ട, റീ ഔട്ടായി ഇപ്പൊ. കുതിച്ചിരിക്കും ശ്രുതിയിൽ ലയിക്കണം. അതിന്റെ കുറച്ചും കൂടി ഫിനിഷിങ് കൊടുക്കണം അവിടെ കേട്ടാ. കൊതിച്ചിരിക്കുന്നുള്ളിടത്തും കിനാവ് കണ്ടേൻ. ബാക്കി കാര്യങ്ങളെല്ലാം MJ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. മോഡുലേഷൻസ് വെറുതെ ഇങ്ങനെ പാടി പോയാ പോരാ, അതിനുള്ളിലുള്ള ആ ഭാവം എങ്ങനെ കൊടുക്കണം എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കണം. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ദുർഗ ബേബി, എന്തോ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ സാധനങ്ങൾ എന്താന്ന് ഓർമ്മയുണ്ടോ? പേടി മാറ്റണോന്ന് പറഞ്ഞ്. ഇപ്പോഴും പേടിച്ചിരിക്കുക. പേടി വേണ്ട, പേടി മാറ്റിയാൽ തന്നെ നമുക്ക് നന്നായി പാടാൻ പറ്റും. പിന്നെ ഈ നോട്ട്സ് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പിടുത്തം കിട്ടാത്ത പോലെ പോകുന്നുണ്ട് കുറച്ച് എസ്പെഷ്യലി ബ്രെത്ത് ഒന്ന് കുറച്ച് കുറഞ്ഞു വരുമ്പോഴത്തേക്ക് ആ പിടുത്തം കിട്ടാതെ പോകുന്നുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. എല്ലാം ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, പേടിക്കരുത്. പേടിയാണ് മെയിൻ പ്രശ്നം. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ദുർഗക്കുട്ടിയുടെ ചില സ്ട്രക്ചറിലുള്ള സംഗതികൾ പാടാൻ ദുർഗക്കുട്ടി വളരെ കേപ്പബിൾ ആണ്. പക്ഷെ അതേസമയം വേറൊരു രീതിയിൽ അതേ സംഗതി പ്രസന്റ് ചെയ്യുവാണെങ്കിൽ അപ്പോ ദുർഗക്കുട്ടിക്ക് സംശയം വരും. അയ്യോ, ശരിയാണോ പാടിയത് അങ്ങനെ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടാണ് അങ്ങനത്തെ സാധനങ്ങൾ ഇങ്ങനെ വരുന്നത്. അപ്പം അത് നന്നായി പ്രാക്ടീസ് ചെയ്യുക. അതിന്റെ ഇപ്പം ഗ്രൂമേഴ്സ് ഉണ്ട്, മ്യൂസിക് ടീച്ചേഴ്സ് ഉണ്ട്, അവരുടെ അടുത്ത് അതിന്റെ സ്വരങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്യാം, എന്നിട്ട് പഠിക്കാം, സ്ലോ ആക്കി പാടി നോക്കാം. അങ്ങനെ മാറ്റി 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 പല 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 വേരിയേഷൻസിൽ പാടി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? അടിപൊളിയാവും. ഇല്ലേ? എന്നെ പേടിയാണോ? അല്ല. ഈ കൂട്ടത്തിൽ ആരാ ഏറ്റവും പേടി ഈ ഫ്ലോറിൽ? എന്നെ ആയിരിക്കും. ഫോർ ഷുവർ എന്നെ MJ സാറിനെ ആയിരിക്കും പേടി. നമ്മൾ ആരില്ല, സ്റ്റേജ് ആണ് പേടി. സ്റ്റേജ് പേടിയാണ്. ദുർഗക്കുട്ടിയുടെ ആഗ്രഹം എന്താ? ഫ്യൂച്ചറിൽ ആരാവാനാണ് ആഗ്രഹം? എന്താവാനാണ് ആഗ്രഹം? ടീച്ചർ ആവാൻ. പാട്ടുകാരിയാവണമെന്ന് ആഗ്രഹമില്ലേ? അതും കൂടെ പാട്ട് ടീച്ചർ. പാട്ട് പാടുന്ന ഒരു ടീച്ചർ. പാട്ട് പാടുന്ന ടീച്ചർ ആണ് ദുർഗക്കുട്ടി. ആണോ? അപ്പൊ സിനിമയിൽ പാടണമെന്ന് ആഗ്രഹമുണ്ടോ? പ്രോഗ്രാംസിൽ പാടണമെന്ന് ആഗ്രഹമില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ഈ സ്റ്റേജ് ഫിയർ മാറ്റിയെടുക്കണം. അതൊരു വലിയ ഭാഗമാണ് ഈ പാട്ട് പാടുന്നതിന്റെ അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നതിന്റെ വലിയൊരു ഭാഗമാണ് സ്റ്റേജ് ഫിയർ മാറ്റിവെക്കുക എന്നുള്ളത്. അത് നമ്മൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് സ്റ്റേജിൽ എത്തുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ കൊണ്ടെത്തിക്കണം. ഈ പേടി കൊണ്ട് ലോകത്ത് ആർക്കെങ്കിലും ഗുണമുണ്ടായിട്ടുള്ളതായിട്ട് ഇതുവരെ അറിഞ്ഞൂടാ. അങ്ങനെ ഒരു കാര്യമുണ്ട്. പേടിയില്ലേ? പേടി നമ്മളെ പേടിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ആ പേടി അങ്ങ് അവോയ്ഡ് ചെയ്താവും കേട്ടോ. അത് വേണം. ഒരിക്കൽ കൂടെ പറയണേ. കൊച്ചു കരയുന്നേ. എന്തു പറ്റി? കരയാൻ പാത്രമൊന്നും ഉണ്ടായില്ലല്ലോ. നല്ല കാര്യങ്ങളല്ലേ പറഞ്ഞു തന്നെ. അയ്യോടെ, അതും പേടിയാണ്. അപ്പൊ ദുർഗക്കുട്ടി വേറെ ഒന്നുമില്ല, മിടുക്കി കുട്ടിയായിട്ട് അടുത്ത പ്രാവശ്യം വരിക, എന്നിട്ട് നമ്മളെയൊക്കെ ഞെട്ടിക്കണം. ഓക്കെ? പ്രോമിസ്? പിങ്കി പ്രോമിസ്? ഓക്കെ, ശരി. ഇപ്പൊ കണ്ണു നിറഞ്ഞില്ലേ? അതൊന്ന് മാറ്റിയെടുക്കാനായിട്ട് ഒരു കാര്യം പറയാം. ഈ പാട്ടിലുള്ള വേറൊരു കാര്യം എന്താ വെച്ചാൽ, താന്നിയൂർ അമ്പലത്തിൽ കഴകക്കാരനെ പോലെ എന്നില്ലേ? അതെന്താ വെച്ചാൽ, താന്നിയൂർ എന്ന് പറയുന്ന ഒരു അമ്പലം ഇല്ലെന്നും അത് ഭാസ്കരൻ മാസ്റ്റർ അത് ഇമാജിനറി ആയിട്ട് സങ്കല്പത്തിൽ കൊണ്ടുവന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വേറൊരു പക്ഷം എന്ന് പറയുന്നത് ഈ താനൂർ എന്ന് പറഞ്ഞ ഇടം താന്നിയൂരാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയും ചില ആൾക്കാർ പറയുന്നുണ്ട്. കഴകക്കാരൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? കഴകക്കാരൻ എന്ന് പറഞ്ഞാൽ അമ്പലത്തിലെ പരിപാലകനാണ്. കഴകക്കാരൻ ഭയങ്കര രസമാണ്. അത് ഒരു പാട്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അതാണ് റിട്രോ റിവൈൻഡ് കേട്ടോ. അപ്പൊ സന്തോഷമായിട്ടിരിക്കണേ. ദുർഗക്കുട്ടി, ടുഡേ യുവർ സ്കോർ is 96 out of 100. All the best. Bye-bye. ഇനി 3 പേരും റെഡി ആയിട്ടിരുന്നോ. കുറച്ച് കൂടുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സമയം വന്നിരിക്കുകയാണ്. കാരണം
ഇനി വരാൻ പോകുന്നത് ഒരു ലിറ്റിൽ ഏഞ്ചൽ ആണ്. യെസ്. പ്രേക്ഷകരും നമ്മളും ഒന്നടങ്കം നോക്കിയിരുന്ന ഒരു ലിറ്റിൽ ഏഞ്ചൽ വന്നിരിക്കുകയാണ്. ആദികേഷ് കുട്ടനാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം ആദിക്കുട്ടൻ ഓൺ സ്റ്റേജ്. ഭയങ്കര സ്റ്റൈലാണല്ലോ. മഞ്ഞത്ത് വഴുതി വീഴല്ലേ. ഹായ്. ഓ സല്യൂട്ട് ഒക്കെ ചെയ്തു. ഹായ് ഹായ്. 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 കുറച്ച് പൊക്കം വെച്ചോ? അതെ അതെ, ഭയങ്കര പൊക്കം വെച്ചു. കഴിഞ്ഞ ആഴ്ച കണ്ടതിനേക്കാളും പൊക്കം വെച്ചല്ലോ. ഇല്ല കുറച്ച്. ഇല്ല. അച്ഛൻ തിരിച്ച് പട്ടാളത്തിലേക്ക് പോയാ? ആ. ആണോ? ഉം. അച്ഛൻ രക്ഷപ്പെട്ട ഇവിടെ നിന്ന്? രക്ഷപ്പെട്ടില്ല. പിന്നെ അച്ഛൻ വരുമ്പോ ഞാൻ അച്ഛന്റെ 2 പല്ല് തായി. ആ രണ്ട് ഒരു പല്ല് ഇവിടെ. കാണാനില്ലല്ലോ ഇവിടെ. അച്ഛന് പറ്റുന്ന രണ്ട് പല്ല് താഴെ. അച്ഛനാണോ താഴെ ഇട്ടത്? അല്ല, പിന്നെയോ? ടെസന്റെ അമ്മ അല്ല വലിച്ചു പറിച്ചെടുത്ത്. ടെസേടാമ്മയാണോ വലിച്ചു പറിച്ചത്? അയ്യോ, ദൈവമേ. വാലിച്ച് പറിച്ചു വന്നു. ഇതാരാ കൂടെ വന്നേ? ഇതാരാ അത്? അതാരാ അത് കൂടെ ഉള്ളത്? പറഞ്ഞില്ലല്ലോ. വൈഫ്. ഡാഡിയുടെ ഡാഡിയുടെ വൈഫാ? വൈഫ്. ഹായ് ഡാഡിയുടെ വൈഫ്. ഓ, ഡാഡിയുടെ വൈഫാണല്ലേ? ഡാഡിയുടെ വൈഫാണ് വന്നത്. കൂടെ ഇരിക്കുന്നത് ഡാഡിയുടെയും വൈഫിന്റെയും മോളാണോ? പിന്നെ എന്റെ അമ്മയുടെ മോള്. എന്റെ അമ്മയുടെ മോള്. അമ്മയുടെ മോളാണ്. അമ്മയുടെ ഓക്കേ. മോളാണ്. എന്റെടാ. ഓക്കേ, ഓക്കേ, ഓക്കേ. ഡാഡിയുടെ വൈഫ് ഇവന്റെ അമ്മയുടെ മോളാണ് അപ്പുറം ഇരിക്കുന്നത്. ഓ, അത് അതെ. ശരി. ഇതോ മൂന്നാമതൊരാളോ? ഇരിക്കുന്നവരാ? അത് മുത്തച്ഛന്റെ ഭാര്യയായിരിക്കും. അല്ല, ഡാഡിയുടെ വൈഫ് അപ്പൊ അമ്മമ്മയാ. എന്റെ അമ്മ. ആ, ആ, അതിന്റെ അതാണ് അപ്പുറത്ത്, അമ്മ. അമ്മയുടെ അപ്പുറത്ത് അത് ഡാഡിയുടെ വൈഫ്. അത് ഡാഡിയുടെ വൈഫാ. ഡാഡി അവന്റെ അപ്പൂപ്പനെയാണ് ഡാഡി എന്ന് അപ്പൂപ്പനെയാണ് വിളിക്കുന്നത്. ഡാഡി. ഓ, അത് ശരി. ആ, ഏ പിന്നെ പിന്നെ അല്ലേ? വൈഫ്. എടാ കൃത്യമായി പറ. എന്റെ മാമനെ ഡാഡി എന്ന് അവൻ വിളിക്കുന്നത്. വിളിക്കുന്നു. ഓ, മാമനെ. ഓക്കേ. ഡാഡി. ആ, ആ. ഡാഡിയുടെ wife. ഡാഡിയുടെ വൈഫ്. ഓ, ഡാഡിയുടെ വൈഫാണ്. അങ്ങനെയാണ് ഡാഡിയുടെ വൈഫ്. ഡാഡിയുടെ വൈഫുണ്ട്, അമ്മയുണ്ട്, അമ്മയുണ്ട്, അമ്മയുടെ മോള്. മോളുണ്ട്. ഇത് അമ്മയുടെ മോള്. ആ. ഇപ്പാണ് കറക്റ്റ് ആയത്. അമ്മയുടെ മോളുണ്ടല്ലേ? ആ. ഓക്കെ. അമ്മയുടെ മോളെ പേരെന്താ? വൈദേഹി എസ്. വൈദേഹി എസ്. എസ്. ഓ, ആണോ? എത്രല്ല പഠിക്കുന്നേ അമ്മയുടെ മോൾ? 2. രണ്ടിലാ? അപ്പൊ ചേച്ചിയാണോ? ആണോ? ഓ, ചേച്ചിയാണല്ലേ? വയസ്സ് 8. വയസ്സ് വയസ്സ് 8. eight. വയസ്സ് 8. കറക്റ്റ് ആണോ പറഞ്ഞേ? പക്ഷെ ആദ്യം 9 ആയല്ലോ. അല്ല, ആണല്ലോ. ആ ഇതിൽ അങ്ങനെ പിന്നെ എത്രയായി? എഴുതിയിരിക്കുന്നത്. 6. ഓർമ്മയില്ലേ? 6. 6 ആണോ? ഷുവർ ആണോ? SIX. SIX 6 അല്ലേ? യെസ്. ശരി. അപ്പൊ ഇന്ന് ഏതാണ് പാട്ട്? വെള്ളാരം കണ്ണുള്ള വെള്ളിമൂങ്ങ. വെള്ളിമൂങ്ങ. വെള്ളാരം അത്രയുണ്ടോ? കണ്ണുള്ള വെള്ളാരം അത്രയുണ്ടോ? ഉം. ഉണ്ടോ? ആ. അങ്ങനെയല്ലോ പാട്ടിൽ അങ്ങനെ. മധുവങ്കലെ ആ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെ. ഏത് പാട്ടാ? ആ പാട്ട് സ്വാമി അയ്യപ്പ ശരണം. ആണോ? ആ. ഓ അത് ശരി. ആഹാ. അതെങ്ങനെ അതെപ്പോഴാ കേട്ടെ? എങ്ങനെ കേട്ടു അത്? അമ്മ ഫോണില് കേൾപ്പിച്ചു തന്നു. ആണോ? ആഹാ, കൊള്ളാലോ. ഫാൻസ്. അപ്പൊ നമുക്ക് പാട്ടി പോവാം. യെസ്, തുടങ്ങാം അല്ലേ? ആ കണ്ണട വെക്കണം. സൺഗ്ലാസ് ഒന്ന് വെച്ചോ. സൺഗ്ലാസ് വെച്ചിട്ടാ പാടണേ അല്ലേ? ഹുഡി ഇടണം. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പ്ലേ. Ding diggy ding diggy ding, dingy ding ding, ding diggy ding diggy ding, dingy ding. അങ്ങേ കാട്ടിലെ മൂളല് കേട്ട് ഇങ്ങേ കാട്ടിലെ മൂളല് കേട്ട് കാറ്റല്ല വന്നല്ല മൂളുന്നരിമ്പത്തിൽ വെള്ളാരം കണ്ണുള്ള വെള്ളിമൂങ്ങ. വെള്ളാരം കണ്ണുള്ള വെള്ളിമൂങ്ങ.
പറഞ്ഞില്ലേ ആദി, ഇപ്പൊ പറഞ്ഞില്ലേ മന്ത്രവടിയുള്ള ഡാഗ്നി അയ്യോ കണ്ടില്ലേ? അതാ നിക്കുന്നു. ഇപ്പൊ എണീച്ചിരുന്നു. പറന്നു വന്നു ഇപ്പൊ. മന്ത്രവടി കാണാനില്ല. അതവിടെ മറന്നു വെച്ചു. അത് മറന്നുപോയി, മായാവി കൊണ്ടുപോയി. മനസ്സിലായില്ലേ ഡാഗ്നിയാണെന്ന് അല്ലേ? ഇതാണ് കുട്ടൂസൻ. അയ്യോ എന്തോ ഇതാരാന്നറിയോ? മുത്തു. ഒരു കണ്ണും പോയി, നീല ടീഷർട്ടും കറക്റ്റ് മുത്തു. ലുട്ടാപ്പിയോടെ ലുട്ടാപ്പിയല്ലേ പാട്ട് പാടിയത് ഇപ്പൊ? ലുട്ടാപ്പിയാണോ പാടിയത്? ആദി സൂപ്പർ ആക്കിയല്ലോ. അതെ, ഗംഭീരായി. ആ ഗംഭീരായിരിക്കണോ? താങ്ക് യു. എന്തൊക്കെയാ പറഞ്ഞു? ഇതൊന്ന് പറഞ്ഞു തരാമോ? അമ്പരം മുട്ടെ പൊങ്ങിപ്പറക്കും ഇങ്ങനെ. അമ്പരം മുട്ടേ പൊങ്ങി പറക്കും, പമ്പരം പോലെ കരുത്തു കറക്കും, മന്ത്രവടിയുള്ള രാഗിരി മറുതോളത്തിരുന്നവൻ മുറി കളിക്കും. അതെ അതെ അതെ. അമ്പരം മുട്ടേ പൊങ്ങി പറക്കും, പമ്പരം പോലെ കരുത്തു കറക്കും, മന്ത്രവടിയുള്ള രാഗിരി മറുതോളത്തിരുന്നവൻ മുറി കളിക്കും. വെള്ളാരം കണ്ണുള്ള വെള്ളി മൂങ്ങ. ആദി യു ആർ എ സൂപ്പർ മാൻ. താങ്ക് യു. ആ ഒരു രക്ഷയില്ല. പിന്നെ വേറെ ലൈൻസ് ഉണ്ടല്ലോ. കൂരിരുട്ടായാലും കണ്ടുപിടിക്കും, എത്ര ചെറിയതും കണ്ടുപിടിക്കും. അതൊക്കെ എങ്ങനെയായിരുന്നു? കൂരിരുട്ടായാലും കണ്ണുപിടിക്കും, എത്ര ചെറിയതും കണ്ടുപിടിക്കും, ചെറുകഥയില്ലാതെ പറയാനഞ്ഞവൻ ചിക്കന്നോരാഞ്ചിയെടുത്തോന്ന് പോകും. കൂരിരുട്ടായാലും കണ്ണുപിടിക്കും, എത്ര ചെറിയതും കണ്ടുപിടിക്കും, കൂരിരുട്ടായാലും കണ്ണുപിടിക്കും, എത്ര ചെറിയതും കണ്ടുപിടിക്കും, ചെറുകഥയില്ലാതെ പറയാനഞ്ഞവൻ ചിക്കന്നോരാഞ്ചിയെടുത്തോന്ന് പോകും. വെള്ളാരം കണ്ണുള്ള വെള്ളി മൂങ്ങ. വെള്ളാരം കണ്ണുള്ള വെള്ളി മൂങ്ങ. ചിറകന്ന് റാഞ്ചി എടുത്തോണ്ട് പോകുന്നു. റാഞ്ചി എടുത്തോണ്ട് പോട്ടാ വീട്ടില്. ഞാൻ ആദ്യം കൊണ്ടുപോട്ടാ വീട്ടില്. എന്റെ വീട്ടിൽ കൊണ്ടുപോട്ടാ. ഇല്ല, അതെന്താ? അടുത്ത മാസം വരാന്ന് പറഞ്ഞിട്ട് വന്നില്ല കേട്ടോ മനോജങ്കളെ. എവിടെ? മനോജ് അങ്കിളോ? ആര്? MJ അങ്കള് പറഞ്ഞില്ലേ അന്ന് എന്ത് പറഞ്ഞു? വരുന്ന വീട്ടില് അത് വരുമല്ലോ. അപ്പോഴല്ലേ ഈ ഗ്ലാസ് തരാന്ന് പറഞ്ഞേ. വീട് എവിടെയാ? പുളിയറക്കോണം. പുള്ളിയാറണത്ത് വരും. ആ. എന്റെ വീട്ടിൽ വന്നാലേ 2 ചേട്ടന്മാരുണ്ട്. വരുവോ? അവരോട് കളിക്കാം. ആ എന്റെ വീട്ടിൽ വന്നാ മതി. എന്റെ വീട്ടിൽ ഒരു വലിയ ടെഡി ബെയർ ഉണ്ട്, ഒരു ചെറിയ ടെഡി ബെയർ ഉണ്ട്, ഒരു വലിയ കൊരങ്ങച്ചനുണ്ട്, ഒരു ചെറിയ കൊരങ്ങച്ചനുണ്ട്, ഒരു വലിയ ഓസ്ട്രിച്ചിന്റെ മുട്ടയുണ്ട്, കോഴിമുട്ടയുണ്ട്, കാടമുട്ടയുണ്ട്. ഇത്രയും സാധനങ്ങളുണ്ട് കളിക്കാൻ. ഇതൊക്കെ അവിടെ ഉണ്ടെന്ന് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞു? സത്യമായിട്ടും ഉണ്ട്. ഇനി പറ, എന്റെ വീട്ടിൽ വരും, MJ സാറിന്റെ വീട്ടിൽ പോകും. അവിടെയാണ് 2 ചേട്ടന്മാർ. വീട്ടിൽ വരും. രണ്ടുപേരുടെയും വീട്ടിൽ വരും. വീട്ടിൽ വരും. ഒരാഴ്ച MJ ഞങ്ങളുടെ കൂടെ, ഒരാഴ്ച എന്റെ കൂടെ. മധുങ്ങളുടെ കൂടെ വേണോ? പോകുന്നില്ല. എന്റെ വീട്ടില് 2 പൂച്ചയുണ്ട്, ആ പിന്നെ കുറച്ച് മീനുണ്ട്, ഓസ്കാർ പിന്നെ ഓസ്കാർ ഉണ്ട്. ഓസ്കാർ. ഒരു പട്ടിക്കുട്ടി. ഓസ്കാർ മീൻസ് പട്ടിക്കുട്ടി കുട്ടി. വരുന്നുണ്ടോ? ഒരാഴ്ച അവിടെയും നിക്കാം. അതെ. ഇതിലൊന്നും കാര്യമില്ല. ഏറ്റവും അടുത്ത് താമസിക്കുന്ന ഞാനല്ലേ. അത് ശരിയാ. ശരിയാണല്ലോ. അയൽവക്കത്ത്. അല്ലേ? പുളിയറക്കോണം ടു വെഴുതക്കാട്. അത് പോയിന്റ്. കുറച്ചു നേരമേ ഉള്ളൂ. അത് പോയിന്റ്. മധു അങ്കളുടെ ആ സ്വാമി അയ്യപ്പ ശരണം ഞാൻ 2 കഴിഞ്ഞു പാടിക്കോട്ടെ. ഒന്ന് പാടിക്കോ. പാടിക്കോ. കേക്കട്ടെ. വേഗം അത് കേക്കട്ടെ ഓർമ്മ നമ്മള്. ശബരിമാമല വായുമയ്യപ്പ മണികണ്ഠ സ്വാമി ശരണമതിയങ്ങൾക്കു തൃച്ചരണം. ഓ അപ്പുറത്തെ ചുമരിലേറ്റി വരുന്നിതടിയങ്ങൾ ഒരു പുണ്യപാപ ചുമരിലകിലവുമിരുമുടിക്കെട്ട. ആഹാ. സ്വാമിയെ അയ്യപ്പ ശരണം, സ്വാമിയേ ശരണം, സ്വാമിയേ അയ്യപ്പ ശരണം, സ്വാമിയേ ശരണം. ഹരിഹര സുരനായി പിറന്നു പന്തളം നൃപതി വളർത്തും പൊന്നുണ്ണിയായി 18 പഠിച്ചു പന്തളം കലരിതനഭിമാനമായൊരു സ്വാമിയേ അയ്യപ്പ ശരണം, സ്വാമിയേ ശരണം, സ്വാമിയേ അയ്യപ്പ ശരണം, സ്വാമിയേ ശരണം.
അടിപൊളി സ്വാമിയേ ശരണമയ്യപ്പ. വെരി ഗുഡ്. ഇത്രയൊക്കെ എങ്ങനെ ഓർത്ത് വെച്ചിരിക്കുന്നു? അതെ 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 കേട്ടോ, നമ്മളെല്ലാരും ഇപ്പൊ നിർത്തും പക്ഷെ അവനത് മൊത്തം. ഇത് ഇത്രയും കാണാൻ പഠിക്കണമെങ്കിൽ എനിക്ക് ആഴ്ചകൾ വേണം, ഒരു മാസങ്ങൾ വേണം. സൂപ്പർ ആയിട്ട് പാടില്ലേ? മിടുക്കൻ. മധു അങ്കിൾ എന്തോ മധു അങ്കിൾ. MH370 എന്തുവാ? MH370യോ? അത് കാണാണ്ട് പോയ ഫ്ലൈറ്റ് അല്ലേ? മലേഷ്യൻ എയർലൈൻസ്. അതിപ്പോ എന്തിനാ ഇപ്പൊ ചോദിക്കണേ? ഞാനാണ് അത് കൊണ്ടുപോയത്. മധുങ്ങൾ അത് കട്ടോ കട്ട് കൊണ്ടുപോയോ മധു അങ്കിൾ? അത് എവിടെ വെച്ചു? അതെന്താ അങ്ങനെ ചോദിച്ചേ? അമ്മ പറഞ്ഞു എല്ലാം ചോദിക്കണമെന്ന്. എല്ലാം ചോദിക്കണം. അമ്മയ്ക്ക് ഒരു doubt ഉണ്ടായിരുന്നു, അത് മധുവങ്ങളായിരുന്നു. കാരണം ഇവിടെ ഇരുന്നിട്ട് മലേഷ്യ ഞാൻ ഇപ്പൊ പോയി വന്നുള്ളൂ എന്നൊക്കെ എവിടെ പോയി ഫ്ലൈറ്റ്? ഇത് മധുവങ്ങളാണോ എടുത്തത്? അപ്പൊ എന്തായാലും മിടുക്കനായിട്ട് പാടിട്ടോ. താങ്ക് യു. ആ പാട്ടും ഈ പാട്ടും ഏത്? രണ്ട് പാട്ടും രണ്ട് എനിക്ക് പാട്ടും. ഇഷ്ടപ്പെട്ടു. അയ്യപ്പന്റെ പാട്ടും. ഓക്കെ. ഡിണ്ടിഗി ഡിണ്ടിഗി ഡിങ്കിടി ഡിങ്. അങ്ങേ കാട്ടിൽ പൂവല വെച്ചേ, ഇങ്ങേ കാട്ടിൽ പൊൻവല വെച്ചേ, വലയിൽ വീണത് ആർക്കും കിട്ടാത്ത വെള്ളാരം കണ്ണുള്ള വെള്ളി മൂങ്ങ, വെള്ളാരം കണ്ണുള്ള വെള്ളി മൂങ്ങ. ഡിണ്ടിഗി ഡിണ്ടിഗി ഡിങ്. ഡിങ്കിടി ഡിങ്. ഡിണ്ടിഗി ഡിണ്ടിഗി ഡിങ്. ഡിങ്കിടി ഡിങ്. അപ്പുറം കൂട്ടില് മയിലിനെ വച്ചേ, ഇപ്പുറം കൂട്ടില് കുയിലിനെ വച്ചേ, അപ്പുറം കൂട്ടില് മയിലിനെ വെച്ചേ, ഇപ്പുറം കൂട്ടില് കുയിലിനെ വെച്ചേ, കണ്ടു കഴിഞ്ഞപ്പോ എല്ലാവർക്കും വേണ്ടത് വെള്ളാരം കണ്ണുള്ള വെള്ളി മൂങ്ങ, വെള്ളാരം കണ്ണുള്ള വെള്ളി മൂങ്ങ. വെരി ഗുഡ്. മിടുക്കൻ. മിടുക്കൻ. Yes. അപ്പൊ നമുക്ക് എന്ത് വേണം? എന്ത് വേണം? എന്താ വേണ്ടേ? മേളിലോട്ട് നോക്കിട്ട്. മുകളിലേക്ക് നോക്കിയേ. ഇത്തിരി നീങ്ങിയെന്നോ. ആ പോരട്ടെ, ഒരു ലിറ്റിൽ ഏഞ്ചൽ മധുര മഴ. വേണോ? വേഗം പോരെ ബാ. ടൈം അപ്പടാ. ഓക്കെ ചേട്ടാ, ബൈ ചേട്ടാ. ബൈ ബൈ. See you. ആര്യ ചേച്ചി, യെസ്. ഇനി ആരാണ് വരാൻ പോകുന്നതെന്ന് അറിയാമോ? ആരായിരിക്കും? സെലിബ്രേഷൻ റൗണ്ട് ആയിരിക്കും. അതാണ് എന്നെ വിളിച്ചത്. ഒരു സെലിബ്രേഷൻ റൗണ്ട് ആണ്. അതില് വളരെ സത്യസന്ധയായിട്ടുള്ള ഒരാൾ വരാൻ പോവാണ്. ആരാണ് The അയാൾ? truthful Akhethi. അതെ, ലെറ്റ്സ് വെൽക്കം അഖേതി ഓൺ സ്റ്റേജ്. ഹായ് ഹലോ. ഹായ്. അഖൈതി ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതെ. യെസ്. ആ മഞ്ഞിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നു വരുന്ന കാണാൻ നല്ല രസമുണ്ട്. അതെ അതെ. താങ്ക് യു. ക്രിസ്മസ് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങള്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഓ ഇന്ന് രണ്ടാൾക്കാർ വന്നിട്ടുണ്ട്. ആണോ? അത് ആരാണ് ആ ആൾക്കാർ? എന്റെ പാട്ടുമാഷായ മാമൻ കൂടെ ബെസ്റ്റ് ഫ്രണ്ട്സും വന്നിട്ടുണ്ട്. അതിലാരാണ് മാമൻ, ആരാണ് ഫ്രണ്ട്? അത് മാമൻ, അത് മാമൻ. അത് ഫ്രണ്ട്. ഇത് മാമൻ. ആണോ? ഹലോ മാമൻ. പാട്ട് പഠിപ്പിക്കുന്നതും ഒരു മാമനാണോ? ആ ആണല്ലേ? ആഹാ. പാട്ട് പഠിപ്പിക്കുന്ന മാമൻ, മാമന്റെ ഫ്രണ്ട്, പിന്നെ മാമൻ, കൂടെ മാമന്റെ ആ, friend. അല്ലേ? പാട്ട് പഠിപ്പിക്കുന്ന മാമന്റെ പേര്? എന്റെ പേര് ജിഷ്ണു, എവിടെയാണ് ജിഷ്ണു? മലപ്പുറം പരപ്പനങ്ങാടി. എങ്ങനെയുണ്ട് നമ്മുടെ ആകേത് കുട്ടി? ആള് നല്ല ഉഷാറാണ്. പഠിപ്പിക്കുമ്പോ ഇങ്ങനെ പഠിപ്പിക്കുമ്പോ എല്ലാം പെട്ടെന്ന് ആള് ക്യാച്ച് ചെയ്യും. കൂട്ടുകാരന്റെ പേര്? രവി. എന്ത് ചെയ്യുന്നു? ഞാൻ SBI ലൈഫിൽ വർക്ക് ചെയ്യാം. ആണോ? വളരെ സന്തോഷം. ആകേതിയെ നന്നായിട്ട് ട്യൂട്ടർ ചെയ്ത് മെന്റർ ചെയ്ത് കൊണ്ടുവരുന്നില്ലേ? ദാറ്റ് ഇസ് വെരി നൈസ് കേട്ടോ. അപ്പൊ പാട്ട് ഏത്? മഴവില്ലാടും മലയുടെ മുകളിൽ. ആഹാ. അതിന്റെ മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? അത് ആര്യ ചേച്ചിനെ കുറിച്ചാണ്. എന്താ കേൾക്കാൻ പോണേ? കുറച്ച് സങ്കടമുള്ള കാര്യം. അയ്യോ. എന്താ? കഴിഞ്ഞ പ്രാവശ്യം ഞാന് ഷൂട്ട് കഴിഞ്ഞു പോയപ്പോ ആര്യ ചേച്ചിനെ ഞാൻ കണ്ടു ട്ടോ, റോഡിൽ വെച്ചിട്ട്. വണ്ടി ഹോട്ടലിൽ വെച്ചോ? ആര്യ ചേച്ചി വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ അടുത്ത അപ്പുറത്തന്നെ വണ്ടിയിൽ ഞാൻ ഇരിക്കണ്ടായിരുന്നു. എന്നിട്ട് ഹായ് കാണിച്ചു, കൈ ഞാൻ കാണിച്ചു, ഹായ് കൊറേ കൈ കാണിച്ചു. ഹായ്, മൈൻഡേ ഹായ്. ചെയ്തില്ല. ആര്യ ചേച്ചി വിളിച്ചു. അപ്പൊ ആര്യ ചേച്ചി ഇങ്ങനെ അതെന്താന്നറിയാമോ? ആര്യ ചേച്ചി- ഞാനൊരു ഉപദേശം തരാം. ആര്യ ചേച്ചി ഇങ്ങോട്ട് വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും ആര്യ ചേച്ചിക്ക് ബോധമേ ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു സ്ഥിരത ഇല്ലാത്ത അവസ്ഥയിലാ. അത് എവിടെയും കൊണ്ടോ രാവിലെ ഇങ്ങനെ തലയൊക്കെ അല്ല, ചേർന്ന് മീനുട്ടി അതാ പറഞ്ഞേ,
മീനുട്ടി വിചാരിച്ചു അവളാണ് ഏറ്റവും ഞാൻ വൃത്തികേട്. ഏറ്റവും കച്ചറയായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. അതായത് ഞാൻ എണീച്ച് ഞാൻ എങ്ങനെയോ വല്ലേച്ച് വിളിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നേ. അപ്പൊ ഞാൻ അതൊക്കെ അങ്ങനെ- ചെയ്യാറുണ്ടല്ലേ? പിന്നെ അതൊക്കെ ചെയ്യും ഞാൻ, ബുദ്ധിമുട്ടാണെങ്കിലും. പക്ഷെ മധുവങ്ങൾ ഞാൻ ഒരു ദിവസം രാവിലെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴേ ഞാൻ നോക്കുമ്പോ ഒരു മുടിയൊക്കെ ഇങ്ങനെ ചപ്പറച്ചാ വിപ്പറച്ചാന്നല്ലേ അങ്ങനെ കെട്ടി തലയൊക്കെ ചൊറിട്ടൊരു വലിയ മറ്റേ സഞ്ചി വരുന്നൊരു ബാഗൊക്കെ തൂക്കി. ആര്യ ചേച്ചി അന്ന് എനിക്ക് മനസ്സിലായി നമ്മൾ ആർക്കും മുഖം കൊടുക്കൂല. അയ്യോ മുഖം കൊടുക്കണമെന്നല്ല, ഉറക്കൊണ്ടില്ലായിരിക്കും. പക്ഷെ ഒരു സ്ഥിരത ഉണ്ടാവില്ല. ആണല്ലേ? ഇങ്ങനെ നമ്മളാണെന്നൊന്നും മനസ്സിലാവില്ല. ഇങ്ങനെ നിലാവത്ത് അഴിച്ചുവിട്ട കോഴി എന്നൊക്കെ പറഞ്ഞേ അതേ മറ്റേ അവസ്ഥയായിരിക്കും. കോണ്ടാക്ട് ലെൻസ് ഒക്കെ അഴിച്ചു വെച്ചിട്ടുണ്ടാവും. പ്രഭാതത്തിൽ നിലാവത്തഴിച്ചിട്ട കോഴിയെ പോലെ ഒരു ആര്യതയാൽ എല്ലാം കേൾക്കാൻ എന്റെ ജീവിതം ബാക്കി. അതെ. പിന്നെ ഏത് പാട്ടാന്ന് പാടുന്നത്? മഴവില്ലാടും മലയുടെ മുകളിൽ. സൃഷ്ടികർത്താക്കൾ ആരൊക്കെയാണ്? മൂവി മൂവിയെ ഇപ്പൊ കിട്ടും. മൂവി ഒരു തുടർക്കഥയാണ്. തുടർക്കഥ. അത് ആണ്. പിന്നെ വർഷം 1991. ലിറിക്സ് ONV കുറുപ്പ് സാർ. ഉം. പിന്നെ മ്യൂസിക് SP വെങ്കടേഷ് സാർ. ശരി, പാടിയത് പിന്നെ ചിത്രം. ഇന്ന് കാണാൻ ഇത്തിരി ഭംഗിയുണ്ട് കേട്ടോ, ഒരു സൗന്ദര്യം കൂടിയിട്ടുണ്ട്. ഇത്തിരി കൂടുതലുണ്ട്. അല്ലേ ഇല്ലേ ശരിയല്ലേ? അതിൽ ആ കോമ്പിനേഷനിൽ വൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതെനിക്കും ഇഷ്ടം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആ ശരി മോളെ പാടിയോ. ഓക്കെ, all the best. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. All the best. താങ്ക് യു. മഴവില്ലാടും മലയുടെ മുകളിൽ ഒരു തേരോട്ടം, മണിമുകിലോട്ടം, കിളിയും കാറ്റും കുറുകുഴത്തകിൽ മേളം, കളവും പാട്ടും കളിച്ചിരിപ്പുകിൽ മേളം. മഴവില്ലാടും മലയുടെ മുകളിൽ ഒരു തേരോട്ടം, മണിമുകിലോട്ടം, കിളിയും കാറ്റും കുറുകുഴത്തകിൽ മേളം, കളവും പാട്ടും കളിച്ചിരിപ്പുകിൽ മേളം. മഴവില്ലാടും മലയുടെ മുകളിൽ ഒരു തേരോട്ടം, മണിമുകിലോട്ടം. ഇല്ലില്ലം കാട്ടിൽ പാടും മൈനേ, നിന്നോടൊത്തു ഞാലിൽ ആടാൻ വരാം. കിണ്ണത്തിൽ എൻ്റെ പാലോ തേനോ, നിന്നോടൊത്തിന്നോണം കൂടാൻ വരാം. അരുമയോടരികിലിരുന്നാൽ ഒരു കഥ പല കഥ ചൊല്ലാം, കതിരുകൾ കൊയ്യാൻ കൂടി വരാം. മഴവില്ലാടും മലയുടെ മുകളിൽ ഒരു തേരോട്ടം, മണിമുകിലോട്ടം, കിളിയും കാറ്റും കുറുകുഴത്തകിൽ മേളം, കളവും പാട്ടും കളിച്ചിരിപ്പുകിൽ മേളം. മഴവില്ലാടും മലയുടെ മുകളിൽ ഒരു തേരോട്ടം, മണിമുകിലോട്ടം.
അകൈതി എന്തോ ഇവിടെ മഴവില്ലിനെ കൊണ്ടുവന്നല്ലോ. ആ അതെ. അത് കൊള്ളായിരുന്നു കേട്ടോ. ആ താങ്ക് യു. എപ്പോഴാണ് മഴവില്ലുണ്ടാവുന്നത്? മഴ വരാൻ നിൽക്കുന്നു. മഴ വരാൻ നിൽക്കുമ്പം ആ, വേറൊരു വേറൊരു സാധനം സാധനം കൂടെ കൂടെ വേണം. ഒരാൾ ഒരാളും കൂടെ വരണം. ഇടിയോ ഇടിയോ? ഞാൻ തരാം ഇടി. കാർമേഘം. കാർമേഘം മഴക്കാറ് സെയിം ആണല്ലോ. പിന്നെ എന്ത് വേണം? ഓപ്ഷൻ എ ചന്ദ്രൻ, ഓപ്ഷൻ ബി സ്റ്റാർസ്, ഓപ്ഷൻ സി സൂര്യൻ, ഓപ്ഷൻ ഓപ്ഷൻ ഡി ചന്ദ്രൻ. രാത്രിയാണ് മഴവില്ല് വരുന്നത്. സൂര്യൻ. എന്താണ് ഞങ്ങൾ പറഞ്ഞ് തെറ്റിക്കില്ലല്ലോ, ഞാനും തെറ്റിച്ചല്ലേ. അതെ. ഓ, തെറ്റിച്ച് പറഞ്ഞു കൊടുത്താണോ? അല്ല, ഞാൻ ഓപ്ഷൻ കൊടുത്തല്ലേ അവൾക്ക് സെലക്ട് ഓപ്ഷൻ ചെയ്യാൻ. എങ്ങനെ ചന്ദ്രൻ വന്നു? ക്ലൂ ഇതാണ്. നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് സംഭവിക്കുമ്പോഴാണ് മഴവില്ലുണ്ടാവുന്നത്. അതാരാണെന്നാണോ ആ ഇടിയും മിന്നലും. സൂര്യൻ. ഓപ്ഷൻ സി സൂര്യൻ സെലക്ട് ചെയ്തിരിക്കുന്നു. സൂര്യൻ എന്താണ് നമുക്ക് തരണേ? ലൈറ്റ്. അതിപ്പോ രാവിലെ വരുമ്പോഴത്തേക്കും സൂര്യൻ വരുമ്പോഴത്തേക്കും സൂര്യ ലൈറ്റ് ആണ് തരണെന്നാണ് പറയണേ. അല്ലല്ലോ, സൂര്യൻ വെയിലല്ലേ തരണേ? ഉച്ചയ്ക്ക് സൂര്യൻ എന്ത് തരും? വെയിലല്ലേ തരണേ? വെയില്. വെയിലും മഴയും കൂടെ ചേരുമ്പോ മാത്രമാണ് മഴവില്ല വരും. മഴവില്ല് തരുന്നത്. Yes. അപ്പൊ രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നിച്ചു വരുമ്പോൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ മഴവിൽ എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ഈ ലൈറ്റില്ലേ, നമ്മുടെ സൂര്യന്റെ ലൈറ്റ് ഒരു റെയിൻ ഡ്രോപ്പിന്റെ ഉള്ളിലോട്ട് കയറുമ്പോഴത്തേക്കും ഡ്രിസ്ലിംഗ് ഉണ്ടാവും. ഡ്രിസ്ലിംഗ് അതുണ്ടാവുമ്പോഴത്തേക്കും ഈ റെയിൻ ഡ്രോപ്പിന്റെ അകത്തോട്ട് ഈ ലൈറ്റ് കയറിയിട്ട് ഈ ലൈറ്റ് ഒന്ന് ബെൻഡ് ചെയ്യും. ഈ ലൈറ്റ് എന്ന് പറയുന്ന വൈറ്റ് ആണല്ലോ, വൈറ്റ് അതിന്റെ ബേസിക് കളേഴ്സിലോട്ട് അങ്ങ് സ്പ്ലിറ്റ് ആവും. അങ്ങനെയാണ് നമ്മളെ വിഡ്യോ ആ എല്ലാ കളേഴ്സും കൂടെ വന്നിട്ടാണ് ഈ ബാക്കി കണ്ട മഴവിൽ വരുന്നത്. നല്ലൊരു അറ്റംപ്റ്റ് ആണ് കേട്ടോ. അതിനൊരു കൈയടി കൊടുക്കാം. പിന്നെ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ താളത്തിൽ പാടുക എന്നുള്ളത്. കുറുകുഴൽ തകിൽ വേണം, അത് എങ്ങനെ പാടിയ? വെറുതെ ഒന്ന് പറഞ്ഞേ. കുറുകുഴൽ തകിൽ വേണം. ഇങ്ങനത്തെ പാട്ടുകൾ പാടുമ്പോഴില്ലേ നാക്കുടക്കുന്ന ചില വരികളും വാക്കുകളൊക്കെ ഉണ്ടാവും. കുറുകുഴൽ തകിൽ വേണം എന്ന് പറഞ്ഞ് പഠിക്കണം. അതുപോലെ പല സ്ഥലങ്ങളുണ്ട്. ഉതിർമണി കതിർമണി തേടി പറവകൾ പല വഴി വന്നു, ഇതെല്ലാം വരുന്നില്ലേ? അതൊക്കെ നമ്മൾ പറഞ്ഞു പഠിച്ചിട്ട് പിന്നെ ട്യൂണിലാക്കണം. അപ്പൊ ഇനി കുറുകുഴൽ തകിൽ വേണം എന്നുള്ളത് ട്യൂണിൽ പാടിയേ. കുറുകുഴൽ തകിൽ വേണം. അങ്ങനെ വരുമ്പോഴത്തേക്കും കുറുകുഴൽ തകിൽ വേണം. അങ്ങനെ ഈൽ കൊണ്ടുവരുമ്പോഴത്തേക്കും താളം കുറച്ച് വലിക്കുന്നുണ്ട്. അതുപോലെ പല സ്ഥലത്തും താളം കുറച്ച് വലിച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടെ കൂളായിട്ട് പാടിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് പാടാൻ പറ്റും. മഴവില്ലാടും മലയുടെ മുകളിൽ കണ്ടോ? ഒരു തേരോട്ടം മണിമുകിലോട്ടം. എല്ലാ ഫസ്റ്റ് ഒരു അക്ഷരമില്ലേ, അതൊന്ന് സ്ട്രെസ് ചെയ്ത് പാടിയാ കൊള്ളാം. മഴവില്ലാടും താളത്തിൽ മലയുടെ മുകളിൽ ഒരു തേരോട്ടം മണിമുകിലോട്ടം. അടുത്തത് കിളിയും പോയി നേരത്തെ. കിളിയും കാറ്റും കുറുകുഴൽ തകിൽ വേണം. കളവും പാട്ടും കളിച്ചിരി പുകിൽ മേളം. അങ്ങനെ 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 പറഞ്ഞും പാടിയും പറഞ്ഞിരിക്കുമ്പോഴാണ് അവസാനം ഇത് ശരിയാണ് കേട്ടോ. പിന്നെ മൈനെ എന്ന് പാടിയില്ലേ, അത് അവിടെ എത്തിയിരുന്നു. പക്ഷെ ആ സംഗതി അവിടെ കുറച്ച് സ്ട്രെയിൻ ഉണ്ടോ? സ്ലിപ്പായി പോയി. സ്ലിപ്പ് ആവാതെ ഒന്ന് പാടിക്ക്. ഇല്ലില്ലം കാട്ടിൽ പാടും മൈനേ നിന്നോടൊത്തു ഞാലില്ലാട. അവിടെ അവിടേക്ക് ശ്രുതി ആ നോട്ട് നിന്നോടൊത്തു ഞാലില്ലാടാ. ഞാലില്ലാടാൻ വരാ. ഓക്കെ, അടുത്ത ലൈൻ. കിണ്ണത്തിൽ എന്തേ എന്തേന്ന് ധൃതി പിടിക്കരുത്. എന്തേ പാലോ തേനോ നിന്നോടത്തിന്നോണം കൂടാ. അവിടെയും ആ നോട്ട്. അതെ, നിന്നോടത്തിന്നോണം കൂടാ. നിന്നോടത്തിന്നോണം കൂടാൻ വരാ. അതാണ്, അങ്ങനെ പാടാൻ പറ്റും. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്ത് ആ മോഡിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കി വന്നാ മതി. എനിക്കൊരു ലൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പാടിയത്. ഇനിയും ഒരു ഓണം കൂടാൻ. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അഖൈദിക്കുട്ടി എന്തായാലും നല്ലൊരു അറ്റംപ്റ്റ് ആണ് നടത്തിയത് കേട്ടോ. നിന്നോടൊത്തൊന്നീണം കൂടാൻ വരാം അരുമയോടരികിലിരുന്നാൽ, അതൊക്കെ പാടാൻ പറ്റുന്നുണ്ടെങ്കിൽ മറ്റുള്ള ലൈൻസും
ഭംഗിയായിട്ട് പാടാൻ പറ്റേണ്ട ഒരാളാണ്. ആ. കാരണം അത് ഹൈ പിച്ചുമാണ്, പാടാൻ ടഫായിട്ടുള്ള കാര്യമാണ് ആ ഒരു ഭാഗം. അത് ഈസി ആയിട്ട് പാടി, മറ്റുള്ള ഈസി ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ടഫ് പോലെ പാടി. അതെ. അപ്പൊ അതെന്താ അതിനുള്ള പരിഹാരം? അതോ എനിക്കറിയില്ല. ഒന്ന് ശ്രദ്ധ പ്രാക്ടീസ് വേണം. ചെയ്യുക. ആ, ശ്രദ്ധ. ശ്രദ്ധിക്കാം. ഓരോ ഭാഗവും സൂക്ഷിച്ച് നിരീക്ഷിച്ച് എവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ശ്രുതി, ആ. സംഗതികള്, ആ. അതിന്റെയൊക്കെ പെർഫെക്ഷൻ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഉം. പ്രാക്ടീസിന്റെ കുറവ് എനിക്ക് തോന്നുന്നുണ്ട്. ആ. ഓക്കെ, ആ. അത്രേ ഉള്ളൂ. എനിക്കും സെയിമാ തോന്നിയത് ആഖ്യാതി കുട്ടി. കുറച്ചുകൂടെ ആ ഡീറ്റെയിൽസ് ശ്രദ്ധിച്ച് ഇരുന്ന് പഠിച്ച് വേണമെങ്കിൽ എഴുതി വെക്കാം. ആ. ഇപ്പം ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്വരം അറിയില്ലെങ്കിൽ സ്വരമായിട്ട് പറഞ്ഞു തരും, ആ. അല്ലെങ്കിൽ ആകാരമായിട്ട് അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഡീറ്റെയിൽസ് നല്ല ശ്രദ്ധിച്ചിട്ട് അതുപോലെ പാടിക്കഴിഞ്ഞാൽ തന്നെ താളോ. താളം ആ. അത് MJ സാറ് പറഞ്ഞ പോലെ പറഞ്ഞ് താളിട്ട് പറഞ്ഞ് ആ. പാടി റാ ആണോ രാ ആണോ എന്നുള്ളതൊക്കെ മാറി മാറി വരുന്നത് നോക്കി പഠിച്ചാൽ ഉം. അടിപൊളിയായി പാടാം. ആ. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. Thank you. മിടുക്കിയായി വരുന്നുണ്ട്. ആ. എന്തായാലും മുന്നോട്ടേക്ക് തന്നെയാണ് അഖേദി കുട്ടിയുടെ പോക്ക്. Thank you. ഓൾ ദ ബെസ്റ്റ്. Thank you. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ എന്താ വെച്ചാൽ അഗൈത് കുട്ടിക്ക് ടഫൊക്കെ ഈസിയാണ്, ഈസി ഒക്കെ ഈസി ടഫാണ്. ആ. അപ്പൊ ഈസി ആയിട്ട് തന്നെ പാടിക്കഴിഞ്ഞാൽ എന്താവും 100 out of 100 ആവും അയ്യോ. കേട്ടാ. അതെ. അപ്പൊ അത് ശ്രദ്ധിക്കുക കേട്ടാ. ആ. അഖൈദി കുട്ടി ആ. ഇന്ന് കിട്ടിയിട്ടുള്ള ഒരു മാർക്ക് 96.75 out of 100. Thank you. ഒരു കഥ പല കഥ ചൊല്ലാം, കതിരുകൾ കൊയ്യാൻ കൂടി വരാം, മഴവില്ലാടും മലയുടെ മുകളിൽ ഒരു തേരോട്ടം, മണിമുകിലോട്ടം, കിളിയും കാറ്റും കുറുകുഴൽ തകിൽ മേളം, കളവും പാട്ടും കളിച്ചിരിപ്പുകിൽ മേളം. അടുത്ത പ്രാവശ്യം വരുമ്പോ നമുക്കൊരു കംബാക്ക് ആയിരിക്കണം. ആ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ബൈ. മുകളിൽ ഒരു തേരോട്ടം, മണിമുകിലോട്ടം. MJ അങ്കിൾ, യെസ്. നല്ലൊരു മെലഡി കേൾക്കാൻ തോന്നുന്നുണ്ടോ? പിന്നെ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ കേൾപ്പിച്ചിരിക്കും. നമ്മൾ ആര്യ ചേച്ചിയുടെ സ്ഥലത്ത് നിന്ന് ഒരാളെ വിളിക്കാൻ പോവാണ്. കണ്ണൂരിൽ നിന്ന് ഒരു പടയാളി എത്തിയിട്ടുണ്ട്. നമ്മുടെ പെൺപുലിയാണ് എത്തുന്നത്. ദിയക്കുട്ടി, ലെറ്റ്സ് വെൽക്കം ദിയ ഓൺ സ്റ്റേജ്. ദിയക്കുട്ടി, ഹായ് ചേച്ചി. എന്റെ ഇതൊക്കെ പടയാളിയാണെന്നൊക്കെ ഞാൻ മറന്നുപോയി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്റെ പാട്ട് കേട്ടിട്ട് ഉം. കുറച്ചു പേരൊക്കെ എന്നെ വിളിക്കാറുണ്ട്. ആ, പക്ഷെ എനിക്ക് ഏറ്റവും ഒരു സന്തോഷം തോന്നിയ സംഭവം ഒരാൾ, ഒരാൾ വിളിച്ചു. ഓ എന്താരാ? അത് എനിക്കറിയണതല്ല, ആ. പക്ഷെ മലപ്പുറത്ത് നിന്ന് ആ. ദേവകി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുത്തശ്ശി എന്നെ ഓക്കെ. വിളിച്ചിരുന്നു. നല്ല വയസ്സുണ്ട് മുത്തശ്ശിക്ക്. എന്നെ വിളിച്ചു, സംസാരിച്ചു, അനുഗ്രഹം തന്നു, നന്നായിട്ട് പാടാൻ പറഞ്ഞു. ആണല്ലേ? ഹാപ്പി ആയല്ലേ? Happy ആയി. സ്പെഷ്യൽ വിശേഷം. യെസ്. ഇപ്പൊ നന്നായി പാടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഉം. ഇനിയും ഇനി നന്നായാൽ ഇങ്ങനെ തന്നെ അതെ, കണ്ടിന്യൂ ഇനിയും നന്നാക്കാം അല്ലേ? ഇനിയും നന്നാക്കിക്കൊണ്ടേയിരിക്കണം, അതെ. നന്നായിക്കൊണ്ടേയിരിക്കണം. എത്ര അല്ലേ? മുട്ടായി മഴ പെയ്തു ഇതുവരെ? 3. ഓ, ആ, ഓ അപ്പൊ ഇന്ന് പെയ്യോന്നറിയാൻ അത് എനിക്ക് നാലിലേക്കുള്ള കാൽ ആകാംക്ഷയുണ്ട്. വയ്പ്പാണോ? അതെ ആയിരിക്കാം. അതെ. ആയിരിക്കും. അതെ ആയിരിക്കും. ആയിരിക്കും. ഏത് പാട്ടാ പാടുന്നേ? നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന നേരം. ആഹാ. ആഹാ. നല്ല സബാഷ്. നല്ല പാട്ട്. ഫിലിം നീലക്കടമ്പ്. ഉം. വർഷം 1985. ഓക്കെ. മ്യൂസിക് രവീന്ദ്ര മാഷ്, ആ. ലിറിസിസ്റ്റ് K ജയകുമാർ സാർ, പാടിയത് ചിത്രാമ്മ. ഈ സിനിമ റിലീസ് ചെയ്തിട്ടില്ല. ആണോ? അതെ. പിന്നെ എങ്ങനെ ഈ പാട്ട് പാടും? അതുകൊണ്ട് പാട്ട് കുഴപ്പമൊന്നുമില്ല, release ആയി. പാടാം. ആ, പാട്ടുകൾ ഞാൻ ഹിറ്റാണ്. പേടിച്ചു പോയി. പക്ഷെ ഓഡിയോ ഞാൻ release വിചാരിച്ചു ആയിട്ടുണ്ട്. മാറ്റേണ്ടി വരും ഇനിയിന്ന്. ഈ പേടിപ്പിക്കില്ലേ? പാട്ടുകളെല്ലാം, ഈ സിനിമയിലെ പാട്ടുകളെല്ലാം ഹിറ്റാണ്, സിനിമ ഇറങ്ങിയില്ലെങ്കിലും. ആ, ആ. ദീപം കയ്യിൽ സന്ധ്യാദീപം, ദീപം കയ്യിൽ താരാദീപം, ആകാശപ്പൂമുഖത്താരു കൊളുത്തിയൊരായിരം കണ്ണുള്ള ദീപം, ദീപം നീലക്കടമ്പുകളിൽ, നീലക്കൺ പീലികളിൽ ഏതപൂർവചാരുത, ഏതപൂർവനീലിമ, അങ്ങനെ പാട്ടുണ്ട്. പിന്നെ കുടജാദ്രിയിൽ നിന്നുള്ള പാട്ട്, ഏത് നവരാത്രി വന്നാലും ആ പാട്ടുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റേഡിയോയിലൂടെ കേട്ടോണ്ടിരിക്കും. കുടജാദ്രിയിൽ കുടികൊള്ളും മൂകാംബിക. അതുപോലെ തന്നെ കെ ജയകുമാർ സർ, ഉം. അദ്ദേഹം എത്ര 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 പാട്ടുകൾ നമുക്ക് തന്നിരിക്കുന്നു. ചന്ദന ലേപ സുഗന്ധം തൊട്ട് ഈ സൂര്യാംശു ഓരോ വയൽപ്പൂവിലും ആഹാ. വൈരം പതിക്കുന്നുവോ, അതുപോലെ നീലക്കുറിഞ്ഞികൾ,
സോ മേക്ക് ഇറ്റ് ഗ്രേറ്റ്. ഓക്കെ സാർ. 4ാമത്തേതിലേക്കുള്ള കാൽവയ്പാകട്ടെ. അതെ, യെസ്. കാലച്ചോളൂ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു. ഒരു കൃഷ്ണ തുളസി കതിരുമായി നിന്നെ ഞാൻ ഇന്നും പ്രതീക്ഷിച്ചു നിന്നു. നീതു കാണാതെ പോകയോ, നീതു ചൂടാതെ പോകയോ. നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ ആ ആഷാഢമാസനിശീഥിനി തൻ വനസീമയിലൂടെ നീ ആരും കാണാതെ ആരും കേൾക്കാതെ എന്നിലേക്കെന്നും വരുന്നു, എൻ മൺകുടിൽ തേടി വരുന്നു. നീതു കാണാതെ പോകയോ, നീതു ചൂടാതെ പോകയോ. നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ ലാസ്യനിലാവിന്റെ ലാളനമേറ്റു ഞാനൊന്നു മയങ്ങി. കാറ്റും കാണാതെ കാടും ഉണരാതെ എന്റെ ചാരത്തു വന്നു, എൻ പ്രേമ നൈവേദ്യമണിഞ്ഞു. നീതു കാണാതെ പോകയോ, നീതു ചൂടാതെ പോകയോ. നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു. ഒരു കൃഷ്ണ തുളസി കതിരുമായി നിന്നെ ഞാൻ പ്രതീക്ഷിച്ചു നിന്നു. നീതു കാണാതെ പോകയോ, നീതു ചൂടാതെ
കള്ളച്ചിരി. അതെ. ആ അവസാനത്തെ പല്ലവി തൊട്ടിട്ട് ഒരു കള്ളച്ചിരി ഉണ്ട്. എന്താ അമ്മേനെ നോക്കിയേ പറ. അതിന്റെ പുറകിൽ ഒരു കാരണം എന്തോ ഉണ്ടല്ലോ. ഉണ്ട് അല്ലേ, കാണാനില്ലേ? എന്നും പ്രതീക്ഷിച്ചു എന്നുള്ള സമയത്താണ് അങ്ങനെ നോക്കിയത്. അതെ. അതിനുശേഷമാണ് എന്താണ് ഇനി പറഞ്ഞോ? അത് അവിടെ എത്തിയപ്പോഴേക്കും ഇറക്കിപ്പോയതാ. അത്ര ഉള്ളായിരുന്നോ? ഉമിനീര് വന്നു. ഞാൻ വിചാരിച്ചു എന്തോ വലിയ കഥയാണ്. ദിയ കുട്ടി എന്തോ അസലായിട്ട് പാടി. താങ്ക് യു. വളരെ വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക്. പല ഭാഗങ്ങളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു. മൈന്യൂട്ട് ആയിട്ടുള്ള ചില ശ്രുതി പ്രശ്നങ്ങൾ അവിടെ ഒക്കെ ഉണ്ടായി. ലാസ്റ്റ് പല്ലവിയില് പ്രത്യേകിച്ച് നീല അവിടെ കുറച്ചും കൂടി ഓഡിബിൾ ആയത് ആ നീലക്കുറിഞ്ഞികൾ ആ ഭാഗത്ത് എവിടെയാണ്. പിന്നെ ഈ പറഞ്ഞ ഒരു ഗ്ലൂം വരാനുള്ള ചാൻസില്. പക്ഷെ അത് അങ്ങനെ വന്നു കഴിഞ്ഞാലും പുറമെ അറിയിക്കരുത്. അതെ, അത് നമുക്ക് ആക്ച്വലി മനസ്സിലായില്ല. ആ ചിരി കണ്ടപ്പോഴാണ് എന്തോ പറ്റിയല്ലോ മനസ്സിലായത്. യെസ്, ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ കാര്യം മാത്രമല്ല, ഭാവിയിലെ സ്റ്റേജിൽ ലൈവ് പാടുമ്പോഴും നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് അത് കാണിക്കരുത്. ആർക്കും മനസ്സിലായെന്ന് വരില്ല ചിലപ്പോൾ. അത് ഇനി അഥവാ ആർക്കെങ്കിലും മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ. അതെ, അതവിടെ ഇങ്ങനെ സംഭവിച്ചതാന്ന് പറയാം. അപ്പൊ എനിക്ക് പല ഭാഗങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു. ദിയ കുട്ടി നല്ല സുഖമായിരുന്നു കേൾക്കാൻ ആ ശബ്ദത്തിൽ ഈ പാട്ട്. കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ എന്തോ നമ്മൾ ഈ പാട്ട് പഠിക്കുമ്പോൾ നമ്മുടെ ഗ്രൂമേഴ്സ് ഉണ്ട്, അവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കണം. പക്ഷെ നമ്മൾ ക്യാമറയുടെ ഇടയിൽ ഗ്രൂമേഴ്സ് എവിടെയാണെന്ന് നമ്മൾ തപ്പി നോക്കാൻ പാടില്ല. അങ്ങനെ ദീകുട്ടി ചെയ്യുന്നില്ല. പക്ഷെ ദീകുട്ടി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഓട്ടക്കണ്ണിട്ട് അമ്മയെ നോക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത് ശരിയായോ, ഇത് ശരിയായോ, അതിനിടയിൽ നമ്മളെ നോക്കുന്നുണ്ട്. അത് വേണ്ട. ജസ്റ്റ് ലുക്ക് അറ്റ് ദ ക്യാമറ ആൻഡ് ബി യുവർ സെൽഫ് ആൻഡ് ബി കൂൾ. ഏത് പാട്ട് പാടിയാലും ഇതൊരു ചിൽ ഔട്ട് സോണാണ്. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള സജഷൻസ് ആയിട്ട് അങ്കിൾ പറയുന്നത്. പാട്ട് എന്റെ അമ്മോ എന്ന് പറയണോ, എന്റെ അമ്മോ എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞാൽ ഇൻക്രെഡിബ്ലി ഗുഡ് ചിലയിടങ്ങളിൽ. പിന്നെ ഗ്ലൂം കുഴപ്പമില്ല, അത് അങ്ങനെ വരാം, സാധാരണ വരാം. ഈ നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത് അത് 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്നതാണ് നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത്. അപ്പൊ നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീഥിയിൽ എന്ന് പറയുമ്പോൾ അത് എത്ര ബ്യൂട്ടിഫുൾ ആണ്. അത് വളരെ റെയർ ആയിട്ടുള്ള ഒരു ഹാപ്പനിങ്. ആ സമയത്ത് പോലും ഞാൻ നിന്നെ പ്രതീക്ഷിച്ചു നിൽപ്പു, പക്ഷെ നീ അത് കാണാതെ പോവുകയോ, കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ബേസിൽ വരുമ്പോഴത്തേക്കും മൈക്ക് അടുപ്പിച്ച് വെച്ചത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ദാറ്റ് ഇസ് വെരി ഗുഡ്. അത് ഇന്റലിജന്റ് മൂവ് ആണ്. പക്ഷെ അത് ഒരു സ്ഥലത്ത് അത് കുറച്ച് ബാക്ക് ഫയർ ചെയ്യും. എവിടെയെന്ന് പറഞ്ഞാൽ ആരും കാണാതെ, കാറ്റും കേൾക്കാതെ എന്നല്ലേ വരണേ. കുറച്ചും കൂടെ സോഫ്റ്റർ ആയിട്ടാണ് അത് വരേണ്ടത്. ആരും കാണാതെ, ആരും കേൾക്കാതെ, ഇല്ലേ? സോഫ്റ്റ്. അതൊന്ന് പഠിക്കേ. ആരും കാണാതെ, ആരും കേൾക്കാതെ. അപ്പൊ ആ ഹൈറ്റ്, ആഷാഢമാസത്തിന്റെ ഹൈറ്റ് വന്നു. അത് കഴിഞ്ഞിട്ട് ഇത് ലോ ആയി. അത് അങ്ങനെ വരുമ്പോഴാണ് മ്യൂസിക് ആവുന്നത്. ദിയക്കുട്ടി ശ്രമിച്ചെന്താ വെച്ചാൽ ആ ബേസിൽ കുറച്ച് സ്ട്രെയിൻ ആണ്. അപ്പൊ മൈക്ക് അടുപ്പിച്ച് വെച്ചാലേ വെളിയിലോട്ട് കേൾക്കുള്ളൂ. അതുകൊണ്ട് കുറച്ച് അങ്ങനെ പുഷ് ചെയ്ത് പാടി. കുറച്ച് മൈക്ക് ടെക്നിക്സ് ഒക്കെ അറിയാം. ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം. സോ യു ആർ വെരി ഇന്റലിജന്റ്, വെരി പ്രോമിസിംഗ് ടാലന്റ്, വെരി വെരി പ്രോമിസിംഗ് ടാലന്റ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഈ ദേശം എന്ന് പറഞ്ഞ രാഗമാണല്ലോ ഇത്. അപ്പൊ ഇതിൽ ഉള്ള ഒരു വളരെ പഴയ ഒരു പാട്ട് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, ദേവരായ മാസ്റ്ററുടെ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെയോർമ്മ വരും, ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെയോർമ്മ വരും, മീനൂട്ടി മീനൂട്ടി. എങ്ങനെയുണ്ട്? നല്ല പാട്ട്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു സോങ് ആണ് ഏതില്. അതിനുശേഷം നമ്മൾ കേൾക്കുന്നത് ഈ ദേശരാഗത്തില് ഈ പാട്ടാണ്. രവീന്ദ്രൻ മാസ്റ്റർ, പിന്നെ ഇതുണ്ട് ഗ്രേറ്റ് ലെജൻഡ് ബേണി ചേട്ടൻ ഗ്രീൻഷീസ് സെൻറ്റർ ചെയ്തിട്ടുണ്ട്. മയിലായി പറന്നുവാ
മഴവില്ലു തോൽക്കുമെന്നഴകേ കനിവായി പൊഴിഞ്ഞു താ മണിപ്പീലിയൊന്നു നീയരികേ ഏഴില്ലം കാവുകൾ താണ്ടി എൻ്റെ ഉള്ളിൽ നീ കൂടണയു മാപ്പാനി നിസ നിസ സ നിസരി നീതമപനി സ നിസ നീലരാവുകളും ഈ കുളിരും പകരം ഞാൻ നൽകും മയിലായോ മയിലായി പറന്നുവാ മഴവില്ലു തോൽക്കുമെന്നഴകേ. ദിയക്കുട്ടി, എന്തോ ബേസ് കുറച്ച് ചാലഞ്ചിങ് ആയിട്ട് തോന്നാറുണ്ടോ എപ്പോഴും പാടുമ്പോ? ഉണ്ടാവാറുണ്ട്. ഇതൊരുമാതിരി ഒരു കുന്നുകയറി ഇറങ്ങി ഭയങ്കര ചാലഞ്ചിങ് ആണ് ഇത് പാടാൻ വേണ്ടിയിട്ട്. പക്ഷെ അടിപൊളിയായിട്ട് ദിയ പാടി. താങ്ക് യു ചേച്ചി. ബ്യൂട്ടിഫുൾ വോയിസ്. എനിക്ക് ചില സ്ഥലത്ത് മൈക്ക് പ്ലേസ് ചെയ്തത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ആ ഒരു സസ്റ്റെയിൻ ചെയ്യുന്ന ഭാഗങ്ങളിൽ അവസാനം ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ പോന്നതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. താങ്ക് യു. ഓക്കെ, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ദിയ എന്താ സാർ? പേടിച്ചുപോയോ? ഇല്ല അതെ, ഒരു ഗ്ലും, മൈന്യൂട്ട് ശ്രുതി പ്രോബ്ലംസ്, ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഉള്ള നഷ്ടം എന്ന് പറയുന്നത് 1.5 മാർക്സ് ആണ്. It is going to be 98.5 out of 100 for Diya Kuti today. താങ്ക് യു. നിന്റെ ചാരത്ത് വന്നു എൻ പ്രേമ നൈവേദ്യമണിഞ്ഞു നീതു കാണാതെ പോകയോ നീതു ചൂടാതെ പോകയോ നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു. MJ അങ്കിൾ, നമ്മൾ ദിയക്കുട്ടിയാണ് ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ എന്ന് പറയുന്നത്. എനിക്ക് പഠിക്കാം. ഓക്കെ, ആര് വരണ്ടേ? എനിക്കിന്ന് കുറച്ചുകൂടെ ആവേശമുണ്ട് വരാൻ. ചിറകൊക്കെ പോരെ, ഉള്ളത് പോരെ, പോരെ, പോരെ. ഞാൻ ചെറിയ വരാം. വെച്ച് പറന്നങ്ങ് വരും. ആര് ചേച്ചി? ആര് ചേച്ചി? എന്നാ ആര്യ ചേച്ചി വന്നോ? അപ്പൊ എന്നെ കാണാൻ താല്പര്യമൊന്നുമില്ല. ആഗ്രഹമാണെങ്കിൽ വന്നോന്ന്. എഴുന്നേക്കാൻ കുറച്ച് സമയമൊക്കെ എടുക്കും. ആ, കുഴപ്പം ഇങ്ങനെയൊക്കെ. വലയൊക്കെ ഉണ്ട്. ഇതിങ്ങനെ വീശി വീശി വരും. അതെ. വെറുതെ പല്ലേക്കരുത്, 2 നേരം മാത്രം. ഓക്കെ, വെറുതെ തേക്കരുത്, തയഞ്ഞു പോകും. അതെ. വില്ലി വൈറ്റിന്റെ ഗിഫ്റ്റ് ഹാമ്പർ അതെ. ഫോർ ദിയക്കുട്ടി. കൺഗ്രാറ്റുലേഷൻസ്. കണ്ടല്ലോ ആ ഔട്ട്ഫിറ്റ് ഒന്ന് നോക്കൂ എല്ലാവരും. ആ ലുക്ക്, മൊത്തത്തിലുള്ള ആ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എന്താ ഇങ്ങനെ പിടിച്ചിട്ട്? ഞാൻ ഈ മഞ്ഞത്ത് തണുക്കുന്നോണ്ട് അതെ. പുതയ്ക്കാൻ വേണ്ടി. മെർമെയ്ഡ് പോലെ ഉണ്ട് ഇപ്പൊ, മെർമെയ്ഡ്. ഓക്കെ, മെർമെയ്ഡ്. താങ്ക് യു സോ bye. മച്ച്. ബൈ Thank you. ദിയക്കുട്ടി. കണ്ട, ഇതൊക്കെ ഇട്ട് മര്യാദക്ക് നടക്കേണ്ടത്. ആ പോക്ക് നോക്കി മേക്കോന്ന്. ഇന്നത്തെ നമ്മുടെ ടോപ്പ് സിംഗറിൽ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ഉണ്ടായിരുന്നു. എല്ലാ ദിവസത്തെയും പോലെ ഒത്തിരി വിശേഷങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ഏകദേശം സമയമായി. പാട്ടുകളും വിശേഷങ്ങളും ഇന്നത്തെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ നാളെ വീണ്ടും ഒത്തിരി നല്ല നല്ല പാട്ടുകളും കഥകളും ഒക്കെ ആയിട്ട് കാണും. അതുവരെ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ, ബൈ, സീ യു.